ഹായ് ഫ്രണ്ട്സ്, 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്ന ഒരു ചാലഞ്ച് ഏറ്റെടുത്തിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, സ്റ്റോപ്പ് ലേണിംഗ് ഇംഗ്ലീഷ്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. വാട്ട് ഈസ് ദിസ്? യെസ്, ലാംഗ്വേജ് പഠിക്കുക എന്നത് അതൊരു സ്കില്ലാണ്, അല്ലാതെ അത് കാണാതെ പഠിക്കേണ്ട ഒന്നല്ല. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഡോണ്ട് ബൈ ഹാർട്ട് എനിത്തിങ്. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒന്നും കാണാതെ പഠിക്കേണ്ട എന്ന് പറയുന്നില്ല. ബട്ട് വാട്ട് ഐ എം ടെല്ലിങ് ഈസ് ദാറ്റ് ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജ് ആകട്ടെ, കാണാതെ പഠിക്കുക എന്നതിലല്ല കാര്യം, മറിച്ച് അത് പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ 9 ദിവസമായി ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സസ് നിങ്ങൾക്ക് എടുത്തു തരുന്നു. എത്രയോ വേർഡ്സ്, എത്രയോ സെൻറ്റൻസസ് ഞാൻ ഇതിനകം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആൻഡ് ഹൗ മെനി ഓഫ് യു ഹാവ് റിയലി പ്രാക്ടീസ്ഡ് ഇറ്റ്? ഇഫ് ജെന്യുൻലി, ശരിക്കും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ച് പഠിക്കണമെങ്കിൽ ഫ്രം നൗ ഓൺവേർഡ്സ് യു മസ്റ്റ് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്ക്യൂസസ്. എനിക്ക് ഇതിനകം ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല സംസാരിക്കാൻ. ഓൾ ദീസ് ആർ എക്സ്ക്യൂസസ്. ഞാൻ ഓൾറെഡി ടോൾഡ് യു. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുക, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക? ഇത് ബൈ ഹാർട്ട് പഠിച്ച് നിങ്ങളിത് മറക്കും. ഇത്രയും സെൻറ്റൻസസ് തന്നെ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ രാവിലെ പല്ല് തേക്കുന്നു, ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, ഈ സെൻറ്റൻസസ് എല്ലാം ഓൾറെഡി വി ഹാവ് ലേൺഡ്. സോ മെനി സെൻറ്റൻസസ് വി ഹാവ് ലേൺഡ്. പക്ഷേ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടിക്കൽ ലൈഫിൽ വിത്തൗട്ട് പ്രാക്ടീസിങ് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്, സംസാരിക്കാൻ നമുക്ക് പറ്റുന്നത്? സോ ഇന്നത്തെ ടോപ്പിക്, ഞാൻ ഒരു ചെറിയ ഇംഗ്ലീഷ് സെൻറ്റൻസസ് തരാം. അത് നമുക്ക് കുറച്ചും കൂടി എലാബറേറ്റ് ആക്കി മാറ്റണം. ഓക്കെ, ആൻഡ് നമുക്കങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇന്ന്. ഐ ഈറ്റ് ഫുഡ്. ഐ ഈറ്റ് ഫുഡ് എവ്രി ഡേ. ഇവിടെ ആദ്യം ഞാൻ, ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, അതിനുശേഷം വെർബ് വയ്ക്കുന്നു, ഐ ഈറ്റ്. അതിനുശേഷമാണ് ഫോളോയിങ് നമുക്ക് എന്തൊക്കെ കൂട്ടിച്ചേർക്കണോ അതൊക്കെ കൂട്ടിച്ചേർക്കേണ്ടത്. ഐ ഈറ്റ് ഫുഡ് എവ്രി ഡേ. ഓക്കെ. ഷീ റീഡ്സ്. ഇവിടെ ഷീ റീഡ്സ് എന്ന് വന്നത് റീഡ് എന്നാണ് നമുക്ക് വായിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ്. പക്ഷേ എസ്സും കൂടിയും വെർബിൻ്റെ കൂടെ ചേർക്കുന്നതിൻ്റെ കാരണം ഹീ, ഷീ, ഈ സ്ഥലങ്ങളിലൊക്കെ എസ്സും കൂടിയും കൂട്ടിച്ചേർക്കണം. ഓക്കെ, അപ്പോൾ ഷീ റീഡ്സ് ബുക്സ് അറ്റ് നൈറ്റ്. നമുക്കങ്ങനെ കുറച്ചും കൂടി സെൻറ്റൻസസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ആകെ 2 വാക്കുകൾ നമുക്ക് പറയേണ്ടതുള്ളൂ. പക്ഷെ നമ്മളിനി എലോബറേറ്റ് ചെയ്ത് കുറച്ചും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാം. ഹീ പ്ലേസ്, അവൻ കളിക്കുന്നു. ഹീ പ്ലേസ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിക്കുന്നു. ഹീ പ്ലേസ് ഫുട്ബോൾ വിത്ത് ഫ്രണ്ട്സ്, അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഹീ, ഷീ എന്നൊക്കെ വരുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് ചേർക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ലാസ്റ്റ് സെൻറ്റൻസിൽ വിത്ത്, എന്താ അവിടെ വിത്ത് വരാൻ കാരണം? ഹീ പ്ലേസ് ഫുട്ബോൾ വിത്ത് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെ. ആ കൂടെ എന്ന് പറയുന്ന വാക്കിനെയാണ് വിത്ത് എന്ന് പറയുന്ന പദം കൊണ്ട് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത്, അല്ലെങ്കിൽ അത് എഴുതേണ്ടത്. ദേ വാച്ച് ടി വി ഇൻ ദ ഈവനിങ്. അവർ ടി വി കാണും, അവർ ഈവനിങ്ങിൽ ടി വി കാണുന്നു. ഓക്കെ. ഐ ഡ്രിങ്ക് വാട്ടർ ആഫ്റ്റർ ലഞ്ച്. ലഞ്ച് എന്ന് പറയുന്നത് ഉച്ചഭക്ഷണമാണ്. അപ്പം ഞാൻ വെള്ളം കുടിക്കും, ഞാൻ ലഞ്ചിന് ശേഷം അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കും. അപ്പം നമുക്ക് ശരിക്കും പറയേണ്ട സെൻറ്റൻസ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ സെൻറ്റൻസ് ആണ്. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്? 2 വേർഡ്സുകൾ നമുക്ക് ഓൾറെഡി അറിയാം. ഞാനെന്ന് പറയുന്നതും അറിയാം, കുടിക്കുമെന്നുള്ളതും അറിയാം.
അപ്പോൾ നമുക്കതെങ്ങനെ ഒരു ഫുൾ സെൻറ്റൻസ് ആയിട്ട് ഫോം ചെയ്യാം എന്നതാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഗോ ഷോപ്പിംഗ്. വി ഗോ ഷോപ്പിംഗ് ഓൺ സൺഡേ. സൺഡേസിൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകും. ഷീ കുക്സ് ഫുഡ്. ഷീ കുക്സ് ഫുഡ് ഫോർ ദ ഫാമിലി. ഫാമിലിക്ക് വേണ്ടി, അതിനാണ് ഫോർ ദ ഫാമിലിക്ക് വേണ്ടി അവൾ കുക്ക് ചെയ്യും. ഹി ഡ്രൈവ്സ് എ കാർ. ഹി ഡ്രൈവ്സ് എ കാർ ടു വർക്ക്. അവൻ വണ്ടി ഓടിക്കും. അവൻ വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വർക്കിന് വേണ്ടി അവൻ കാർ ഓടിക്കും. I write notes. I write notes in class. They build houses. They build houses in the city. I wake up early. I wake up early every day. He studies English. He studies English at home. She sings songs. She sings songs beautifully. We play games. We play games in the park. I learn new words. I learn new words daily. She buys vegetables. She buys vegetables from the market. He repairs bikes. He repairs bikes quickly. I clean my room. I clean my room every weekend. വീക്കെൻഡ് എന്ന് പറയുന്നത് ആഴ്ചയിലെ അവസാന ദിവസത്തെയാണ്. We celebrate birthdays. We celebrate birthdays happily. Wake up children. Wake up children, it's time for school. Eat your food. Eat your food before it gets cold. ഭക്ഷണം തണുക്കുന്നതിന് മുൻപേ അത് കഴിക്കൂ. Do your homework. Do your homework before playing. Clean your room. Clean your room before I come back. Wash your hands. Wash your hands before eating. Drink your milk. Drink your milk and become strong. Come here children. Come here children, I want to talk. Listen carefully. Listen to me. Listen to me carefully. Go to bed now. Go to bed now, it's getting late. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് നമുക്ക് നടത്താം. ഇപ്പോൾ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ മലയാളം സെൻറ്റൻസസ് എഴുതി അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ധാരാളം സെൻറ്റൻസസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത് ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് പ്രാക്ടീസസ് നമുക്ക് അങ്ങനെ നോക്കാം. And that will do better, I think so. So from tomorrow നമുക്ക് പഠിക്കാം ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ്. സോ തിങ്ക് ഇംഗ്ലീഷ്, അതാണ് ഫസ്റ്റ്. ഇനി മലയാളത്തിൽ ചിന്തിച്ച് മലയാളം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യല്ല. ഇംഗ്ലീഷ് ചിന്തിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കണം. തെറ്റിക്കോട്ടെ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഓക്കെ. സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.
Okay, so thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.